ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇലകൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഇല. ഇത് പനിക്കൂർക്കയെന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷിൻ്റെ പേര് എനിക്കറിയത്തില്ല. തലയിലൊക്കെ നമ്മൾ പിള്ളേർക്ക് പനി വരാതിരിക്കാൻ അതിന് നമുക്ക് ഇത് ബജി ഉണ്ടാക്കി ഞാൻ തിന്നിട്ടുണ്ട്. അത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് ഈ 2 ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് അരിഞ്ഞിട്ട് ഓംലെറ്റിൻ്റെ കൂടെ നമുക്ക് ഇതെല്ലാം കൂടി ഇടാം. ഉള്ളി, തക്കാളി, ഒരു പച്ചമുളക്, എരിവുള്ളതും 1 കാപ്സിക്കം പോലുള്ളതും, പിന്നെ 3-4 മുട്ടയും, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പനിക്കൂർക്കയുടെ ഇലയും സ്പ്രിംഗ് ഓണിയനാണ്. അതിനകത്ത് നമുക്ക് ഈ ഉള്ളിയും ഈ പച്ചമുളകും കാപ്സിക്കത്തിൻ്റെയും ടൊമാറ്റോയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ടിട്ടിട്ട് മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചതിനകത്തോട്ട് ഇട്ടു. അതിനകത്ത് നമുക്ക് 4 മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നാല് മുട്ട ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മതി, ഇത്തിരി കൂടുതൽ വേണ്ട. എന്നിട്ട് അതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അടുപ്പ് പാനൊന്ന് ഓൺ ചെയ്യാം. പാൻ വെച്ച് കൊടുത്ത് തീയിടാം. ഓൺ ചെയ്യാം. നമുക്ക് പാനിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ, അങ്ങനെ ശകല എണ്ണ മതിയല്ലോ മുട്ട പൊരിക്കാൻ വേണ്ടി. അതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഒലിവ് ഓയിലിൻ്റെ സ്പ്രേ നമുക്കിങ്ങനെ കിട്ടും. അന്നേരം അധികം എണ്ണ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ആ സ്പ്രേ നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ഉള്ളിയും ടൊമാറ്റോയും കാപ്സിക്കവും പച്ചമുളകും നമ്മുടെ പനിക്കൂർക്കയുടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ച് നമ്മൾക്കതിനെ ഒന്ന് ഒരു പാത്രം വെച്ച് നമുക്ക് മൂടി കൊടുക്കാം. അലുമിനിയം ഒന്ന് പറ്റിയ അടപ്പായിട്ട് ഇതേ ഉള്ളൂ. അത് വെച്ച് മൂടി കൊടുക്കാം. അത് വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ല കളർഫുൾ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈ ഇല എല്ലാം ഗുണമുള്ളതുമാണല്ലോ. കുറേ സാധനങ്ങളും അതിനകത്തുണ്ടല്ലോ. ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിള്ളേർക്കും ഇഷ്ടപ്പെടും. ബ്രെഡിൻ്റെ കൂടെയോ റാപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ തിരിച്ചിട്ടായിരുന്നു നേരത്തെ, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് അത് അടച്ചിട്ട് ഒരു 5 മിനിറ്റ്സോ ലെസ് ദാൻ ഒരു 5 മിനിറ്റ്സ് വെച്ചേക്കാം. അതിലിരുന്ന് ആ ചൂടിലിരുന്ന് വെന്തോളൂ. അത് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഓംലെറ്റിൽ അതുപോലെ ഉണ്ടാവും. ഓഫാക്കിയിട്ട് അടച്ചു വെച്ചിരുന്ന ഓംലെറ്റിനെ നമ്മൾ നോക്കാം. അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്തിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്കാക്കാം. കളർഫുൾ, നോക്കിക്കേ, വെരി നൈസ്. സോ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ടേസ്റ്റുമാണ്. നമുക്ക് റാപ്പിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ വെച്ച് തിന്നാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഹെൽത്തിയാണ്. ഇപ്പം പനിക്കൂർക്കയൊക്കെ UK വളർത്താമല്ലോ. ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.